എല്ലാവരുമായിട്ടും വലിയ ഇഷ്ടമായിരുന്നു, വലിയ കമ്പനിയായിരുന്നു അവരുമായിട്ടൊക്കെ. സുമാരനൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. സുമാരനെ, രവി മേനോനെ, കുഞ്ചനെ, അവരൊക്കെ സ്ഥിരം ഇവിടുത്തെ ആൾക്കാരായിരുന്നു. നായികമാരല്ലോ ഈ ജയഭാരതി, ശ്രീവിദ്യ, ഷീല, അവരൊക്കെ ആയിട്ടും അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജയഭാരതിയുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. അപ്പൊ അല്ലെങ്കിൽ ഹരിപ്പോത്തൻ സോമേട്ടന്റെ കൂടെ പഠിച്ചതാ, അവര് വലിയ കമ്പനിയാണ്. അങ്ങനെയാണ് ഇതാ ഇവിടെ വരെ ജയഭാരതിയാണല്ലോ. അതെ അതെ. പിന്നെ ഗുരുവായൂർ കേശവൻ, ഉണ്ട്. ഇന്നെനിക്ക് പൊട്ടു. സോമൻ സാർ കുറെ നല്ല പാട്ടുകളുടെ ഭാഗമായിട്ടുണ്ട് അല്ലേ? ഒത്തിരി പടം ഉണ്ടായിരുന്നു ജയഭാരതി. സോമൻ സാർ പ്യൂർ വെജ് ആയിരുന്നു. ആയിരുന്നു. അന്ന് എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണത്തിലുള്ള താല്പര്യം? ഭക്ഷണം സോമേട്ടന് വൈകിട്ട് കഞ്ഞി, പയറ്, തേങ്ങ ചുട്ട ചമ്മന്തി, ചോറാണെങ്കിൽ സാമ്പാറോ തീയലോ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ ചക്കൂരി മെഴുക്കുരട്ടി, ഇതൊക്കെയായിരുന്നു പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പതിവുണ്ട്. കൊണ്ടുപോകുമായിരുന്നു. പോകുമ്പോ കൊണ്ടുപോകുമായിരുന്നു. ചമ്മന്തി ഇടിച്ചു കൊണ്ടുപോകും, തേങ്ങാ ചമ്മന്തി ഇടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. എന്ത് നല്ല അല്ലെ, സന്തോഷമുള്ള ഓർമ്മകൾ. ഒരാൾ നമ്മുടെ കൂടെ വിട്ടു പിരിയുമ്പോഴും പറയാനുള്ള എല്ലാം നല്ല വാക്കുകൾ, നല്ല ഓർമ്മകൾ. ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സിനിമ ഏതാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്? ഇതായിട്ട് വരെ ഇഷ്ടമായിരുന്നു. പിന്നെ രക്തമില്ലാത്ത മനുഷ്യൻ, പിന്നെ ഒരു വിളിപ്പാടകലെ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ്. ലാലേട്ടൻ മമ്മൂക്കൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അടുപ്പം ഏത് വിധത്തിലാണ്? ലാല് മിക്കവാറും വരുമായിരുന്നു സമ്മണ്ണുള്ളപ്പോ. ഇവിടെ വരുമായിരുന്നു. ഇപ്പൊ വരാറില്ല, അന്നൊക്കെ മിക്കവാറും വരുമായിരുന്നു. പക്ഷെ മമ്മൂട്ടി അങ്ങനെ വന്നിട്ടില്ല. ഡയറക്ടേഴ്സ് ആയിട്ടാണെങ്കിൽ ഡയറക്ടേഴ്സിൽ ആരാണ് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന ആളുകൾ? ജയചേട്ടനും ഒക്കെ ആയിരുന്നു കൂടുതലും. പിന്നെ ശശി, ഐവി ശശി, ജോഷി, അവരൊക്കെ ആയിട്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരാള് മീൻസ് ആക്ടർ കമൽഹാസൻ സാർ. കമൽഹാസൻ വരുമായിരുന്നു. അവര് 2-3 പ്രാവശ്യം സിമ്പിളായിട്ട് കമൽഹാസൻ വരും. ഞാനിരിക്കുന്ന ചേരില് കമൽഹാസൻ സാർ വന്നിരുന്നൊക്കെ പറയുമ്പോ അല്ലേ, ചെറിയ കാര്യമില്ല. ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാനും സോമേട്ടനും ഒരുമിച്ച് അവിടെ താമസിക്കുന്ന സമയത്ത് കമൽഹാസൻ വരുന്ന പറയുമ്പോഴേ സോമേട്ടൻ എന്നെ അവിടുന്ന് പാക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ദേഷ്യമാണ്. കമൽഹാസനോട് ദേഷ്യമുള്ള കമൽഹാസനോട് ദേഷ്യം വരും എനിക്ക്. അപ്പൊ പുള്ളിക്കാരൻ വരുമ്പോ ഞാൻ ഇങ്ങോട്ട് പോരണം, അവരൊരുമിച്ച് താമസിക്കുള്ളൂ മുറിയില്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ട്. സോമൻ സാർ വില്ലൻ കഥാപാത്രങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, വളരെ ക്രൂരനായിട്ടുള്ള കഥാപാത്രങ്ങൾ. താളവട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അല്ലേ? ആക്ടർ എന്ന നിലയിൽ ഇതിന്റെ അഭിനയത്തിന്റെ മറ്റു തലങ്ങളിൽ ഏറ്റവും പ്രധാനം കോമഡി, അതിമനോഹരമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അക്കരയിൽ തന്നെ നോക്കിയാൽ ഈ ദാസനും വിജയനും ഉണ്ടാക്കുന്ന പൊല്ലാപ്പോലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് സോമൻ സാറാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള കോമിക് റോൾസ് ഏതൊക്കെയാണ് നിങ്ങൾ പെട്ടെന്ന് ഓർക്കുന്നത്? അക്കരെ ഞാനിപ്പം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അതിലെ സീനൊക്കെ ഞാൻ ഓർത്ത്. എനിക്ക് പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഫേവറേറ്റ്. ആ ലാസ്റ്റിലൊക്കെ ലോഡ്ജിലൊക്കെ പോയി ഒളിച്ച് താമസിക്കുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ മറ്റ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം. തമിഴ് സിനിമ, തമിഴില് എയർപോർട്ട് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. സത്യരാജ് അല്ലേ? തമിഴത്തെ അദ്ദേഹമായിരുന്നു ഹീറോ. അതിൽ ഡാഡി വില്ലൻ ആയിരുന്നു. അതായത് ഒരു പടത്തിനകത്ത് എംജിആറിന്റെ ചെറുപ്പത്തിലെ അച്ഛനായിട്ട്. നമ്മള് കുറെ നേരമായിട്ട്